നമസ്കാരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റതിന് പിന്നാലെ പാർട്ടി വിട്ട് CPM-ൽ ചേക്കേറിയ PS പ്രശാന്തിന് പാർട്ടി കരുതലോടെ നൽകിയ പദവി ഒടുവിൽ സ്വന്തം രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന വൻ കുരുക്കായി മാറിയിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിയമിച്ച CPM അദ്ദേഹത്തിന്റെ 2 വർഷത്തെ കാലാവധി പൂർത്തിയാകിയപ്പോൾ ഒരു ടൈം കൂടി നീട്ടി നൽകാൻ പോലും തീരുമാനിച്ചിരുന്നു. എന്നാൽ അതിനിടയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അദ്ദേഹത്തിന്റെ ഭരണസമിതിയും സംശയനിഴലിലാകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സ്വന്തം വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊല്ലം പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് CPM-ന് നൽകുന്നത് കനത്ത ആഘാതവും വലിയ തലവേദനയുമാണ്. പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങി CPM സഹയാത്രികനായ കഥയും ഒടുവിൽ അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള കേസിൽ SIT-യുടെ വിലങ്ങണിഞ്ഞ് പുറത്തേക്ക് പോകുന്ന വിവരങ്ങളും വിശദമായി പരിശോധിക്കാം. കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്നു PS പ്രശാന്ത്. KSU-വിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനായും പ്രശാന്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന പ്രശാന്തിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് സീറ്റ് ലഭിച്ചു. എന്നാൽ മത്സരത്തിൽ CPI-യുടെ GR അനിലിനോട് 20,000-ലധികം വോട്ടുകളുടെ വൻ പരാജയമാണ് പ്രശാന്തിന് ഏറ്റുവാങ്ങേണ്ടതായി വന്നത്. ഈ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ കടുത്ത അമർഷം പുകഞ്ഞു. തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് മുൻ MLA പാലോട് രവി മനഃപൂർവ്വം ശ്രമിച്ചുവെന്ന് പ്രശാന്ത് പരസ്യമായി ആരോപിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാരനായ തന്നെ ചില നേതാക്കൾ ചേർന്ന് വെട്ടിനിരത്തുകയായിരുന്നെന്നും പരാതിപ്പെട്ടു. ഒടുവിൽ പാർട്ടിയുമായി ഇടഞ്ഞ പ്രശാന്ത് കോൺഗ്രസിന്റെ പടിയിറങ്ങി. യുവജനക്ഷേമ ബോർഡിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് CPM നേതാവ് PA മുഹമ്മദ് റിയാസുമായി പ്രശാന്തിനുണ്ടായിരുന്ന അടുത്ത സൗഹൃദമാണ് ഈ കൂറുമാറ്റത്തിന് പിന്നിലെന്നായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാന ആരോപണം. കോൺഗ്രസ് വിട്ട് CPM-ൽ എത്തിയ പ്രശാന്തിന് സംഘടനാപരമായ വലിയ ചുമതലകളൊന്നും പാർട്ടി ആദ്യം നൽകിയിരുന്നില്ല. എന്നാൽ ഭരണതലത്തിൽ അദ്ദേഹത്തെ കൈവിടാൻ പാർട്ടി തയ്യാറായില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന വൻ പദവിയാണ് CPM പ്രശാന്തിന് നൽകിയത്. ശബരിമലയിലെ തീർത്ഥാടന കാലത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പ്രശാന്ത് നൽകിയ ഇടപെടലുകൾ തുടക്കത്തിൽ വിജയം കണ്ടതോടെ CPM നേതൃത്വത്തിന് അദ്ദേഹത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു. ഈ മികച്ച പ്രകടനം മുൻനിർത്തിയാണ് 2 വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ടും പ്രശാന്തിന് ഒരു ടൈം കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നീട്ടി നൽകാൻ പാർട്ടി തത്വത്തിൽ തീരുമാനമെടുത്തത്. എന്നാൽ ഹൈക്കോടതി നിയോഗിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായി പ്രശാന്തിന് തുടക്കം മുതലേ നല്ല ബന്ധമായിരുന്നില്ല നിലനിന്നിരുന്നത് എന്ന് ബോർഡിലുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഭിന്നതയാണ് ഒടുവിൽ കടുത്ത നിയമ പ്രതിസന്ധിയിലേക്ക് വഴിവെച്ചത്. സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതിയോ അറിയിക്കാതെ ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് വീണ്ടും സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ നടപടിയോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. 2019 നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനാണ് പ്രശാന്തും ബോർഡും ചേർന്ന് 2025 ഹൈക്കോടതി അനുമതിയില്ലാതെ ഈ നീക്കം നടത്തിയതെന്ന് SIT-യുടെ കണ്ടെത്തൽ. കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നപ്പോൾ PS പ്രശാന്തിനെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണ് ഉണ്ടായത്. സർക്കാരിന്റെ പൂർണ്ണ ഒത്താശയോടെ പ്രശാന്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമവും വലിയ നിയമരാഷ്ട്രീയ വിവാദങ്ങളിൽ ചെന്നുപെട്ടു. ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്നതോടെ പ്രശാന്തിന് രണ്ടാമതൊരു ടൈം കൂടി നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് LDF സർക്കാരിനും CPM-നും പിന്തിരിയേണ്ടതായി വന്നു. അങ്ങനെ പാർട്ടി നൽകിയ വലിയ തണൽ പ്രശാന്തിന് നഷ്ടമായി. വ്യാഴാഴ്ച രാവിലെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒരേ സമയം നാടകീയമായ സംഭവ വികാസങ്ങളാണ് പിന്നീട് അരങ്ങേറിയത്. പ്രശാന്തിന്റെ മുൻകൂട്ടിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ 7 മണിയോടെ തന്നെ താൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പ്രശാന്ത് സാഹിത്യപരമായി ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നല്ലോ. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാൻ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പ്രശാന്ത് ഫേസ്ബുക്കിൽ എഴുതിയത്. മുൻപ് 2 തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത SIT ഇത്തവണ പ്രശാന്തിന് സമയം നൽകിയില്ല. കരകുളം ഏണിക്കരയിലെ വീട്ടിൽ രാവിലെ 9 മണിയോടെ കാറിലെത്തിയ 3-അംഗ അന്വേഷണ സംഘം വീടിനുള്ളിൽ കടന്ന പ്രശാന്തിനെ നേരിട്ട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മറ്റ് പൊതുവിടങ്ങളിൽ നിന്നല്ലാതെ സ്വന്തം വീട്ടിൽ നിന്നാണ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊല്ലം പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയത്. ബോർഡ് മുൻ അംഗവും CPI നേതാവുമായ A അജികുമാറിനെ കൊല്ലം പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സഖാക്കൾ കൈപിടിച്ചുയർത്തി കരുതലോടെ നൽകിയ അത്യുന്നത പദവി തന്നെയാണ് ഇന്ന് PS പ്രശാന്തിന്റെ രാഷ്ട്രീയ ശവപ്പെട്ടിയിലെ അവസാന ആണിയായി മാറിയത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുമ്പോഴും ശബരിമല കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രശാന്തിനെ ഇനി ന്യായീകരിക്കാൻ CPM നേതൃത്വത്തിന് കഴിയില്ല. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കരിനിഴൽ വീഴ്ത്തിയ ഈ പ്രശാന്ത് ഇപ്പോൾ CPM-ന് തന്നെ വൻ തലവേദനയായി മാറിക്കഴിഞ്ഞു.